അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഷോപ്പ് ഡ്രോയിങ് വീഡിയോ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ വാർഡ്രോബ് ഡ്രോയിങ്ങിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഈ വാർഡ്രോബ് എങ്ങനെ, ഇതിൻ്റെ പ്ലാൻ, ഇതിൻ്റെ എലിവേഷൻ, ഇതിൻ്റെ ഇൻറ്റേർണൽ എലിവേഷൻ, രണ്ട് സെക്ഷൻ എങ്ങനെ വരയ്ക്കാം, എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കവർ ചെയ്ത കാര്യങ്ങൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിനി പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഡയമെൻഷനോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡയമെൻഷൻ കൊടുത്തതിന് ശേഷം ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്തത് ഒരു ഡ്രോയിങ് ആക്കി പ്രൊഫഷനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് മാറ്റാവുന്ന രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് വർക്ക് സ്പേസിൽ ഇത് വരച്ച് വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് പേപ്പർ സ്പേസിലേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ പ്ലോട്ടിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഡ്രോയിങ് ആക്കി മാറ്റാൻ പറ്റുന്നത്. ഞാനിവിടെ ഒരു ടൈറ്റിൽ ബ്ലോക്ക് ഓൾറെഡി സിമ്പിളായിട്ടൊരു ടൈറ്റിൽ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു A3 സൈസിൻ്റെ അല്ലെങ്കിൽ A3 പേപ്പറിൻ്റെ സൈസ് നോക്കിയതിന് ശേഷം ആ സൈസിലേക്ക് ഒരു റെക്റ്റാങ്കിൾ വരച്ച് സിമ്പിളായിട്ടൊരു ടൈറ്റിൽ ബ്ലോക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്ന, അല്ലെങ്കിൽ ഒരുപാട് മോഡൽസ് ഗൂഗിളിലും മറ്റുമൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിയതിന് ശേഷം അതുപോലെ ഒരു വണ്ണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു ബ്ലോക്കാക്കി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ടൈറ്റിൽ ബ്ലോക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഞാൻ പേപ്പർ സൈസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് A3 സൈസിലേക്കാണ് ഈ ഒരു ലേഔട്ടിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്ലോട്ടിങ് ആരംഭിക്കുകയാണ്. ആദ്യം MB ഓടിക്കുന്നു. MB ഓടിച്ചതിന് ശേഷം ഞാനിവിടെ ഒരു പോർഷൻ, ഒരു റെക്റ്റാങ്കിൾ വരച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ലെയർ നമുക്ക് 0 ലെയറിലെല്ലാം കൊടുക്കാം, കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ലെയർ ഫ്ലോട്ടിങ്ങിൻ്റെ ഒരു ലെയർ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ സ്കെയിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇത് A3യിൽ ഈ ഒരു ഡ്രോയിങ് എത്ര സ്കെയിൽ ചെയ്ത് വയ്ക്കണം എന്നുള്ളത് നമ്മളിനി അടുത്തിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു സ്കെയിൽ, ഇപ്പോൾ 1:16 എന്ന് പറയുന്ന ഒരു സ്കെയിലിലേക്ക് A3 ഷീറ്റിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1:16 A3 ഷീറ്റിലാണെങ്കിൽ ഇത് ഈ ഒരു ഷീറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് സൈസ് വളരെയധികം ഓവർ സൈസായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 1:20 കൊടുത്ത് നോക്കാം. 1:20, അത് കഴിഞ്ഞിട്ട് പിന്നെ 1:30 കൊടുത്ത് നോക്കാം. ഓക്കെ, 1:30 കുഴപ്പമില്ല, നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 1:30 എന്ന് പറയുന്ന ഒരു സ്കെയിലിലേക്ക് ഈ ഡ്രോയിങ്ങിനെ മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മൾ 4 ഭാഗങ്ങളായിട്ടാണ് വരച്ചിരിക്കുന്നത്. ആദ്യം പ്ലാനുണ്ട്, നമുക്ക് പ്ലാൻ, അതുപോലെ എലിവേഷൻ ഉണ്ട്, ഇൻറ്റേർണൽ എലിവേഷൻ, 2 സെക്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 1:30 എന്ന് പറയുന്ന സ്കെയിലിലേക്ക് മാറ്റി. ഈ സ്കെയിൽ മാറാതിരിക്കാൻ വേണ്ടി ഈ ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ സ്കെയിൽ മാറത്തില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആക്കിയാലോ ഒന്നും ഈ സ്കെയിലിൽ ചേഞ്ച് ആകത്തില്ല. ഇത് ലോക്കായിട്ട് തന്നെ, ഈ വ്യൂ ലോക്കായിട്ട് തന്നെ അവിടെ നിന്നോളും. അതിനുശേഷം ഞാനിവിടെ ഡയമെൻഷൻ എന്ന് പറയുന്ന ലെയറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഡയമെൻഷൻ എന്ന ലെയർ, എൻ്റെ ഡയമെൻഷൻ ലെയർ എന്ന് പറയുന്നത് അനോട്ടീവായിട്ടാണ് ഞാൻ ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ ഈ വ്യൂവിൽ നിന്നുകൊണ്ട് ഡയമെൻഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓരോ സ്കെയിലിനനുസരിച്ച് ഈ ഡയമെൻഷൻ ചേഞ്ചായി വരുന്ന രീതിക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ നിന്നുകൊണ്ട് ഈ ഗ്യാപ്പ് 50 എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തു. അതിനുശേഷം നമുക്ക് അനോട്ട് ലെയറിൽ നിന്നുകൊണ്ട് കണ്ടിന്യൂ കൊടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് മെൻഷൻ ചെയ്യാം. അപ്പോൾ ആദ്യം 1100, അതിനുശേഷം ഇതും 1100ൻ്റെ ഒരു യൂണിറ്റാണ് വരുന്നത്. അതിനുശേഷം വരുന്ന ബാലൻസ് എന്ന് പറയുന്നത് വീണ്ടും 50. ഇതിൻ്റെ ടോട്ടൽ 230 ആണ്. നമുക്ക് കുറച്ച് മുകളിലേക്ക് ഈ ഒരു ലൈനിൽ നമുക്ക് കുറച്ച് മുകളിലേക്ക് മാറ്റി വയ്ക്കാം. പാനോട്ടി സ്റ്റൈലൊക്കെ ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഇതെങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഡയമെൻഷൻ സ്റ്റൈല് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നിങ്ങൾ
ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാനത് ജസ്റ്റ് അത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ കൂടുതൽ അതിലേക്ക് ഒന്നും പോയി വീഡിയോ വലിച്ചു നീട്ടാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഈ ഗ്യാപ്പ് ഇവിടെ മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അത്രയുണ്ട് അവിടെ ബാക്കിൽ ഗ്യാപ്പ് വരുന്നത്. ഇവിടെ വരെയുള്ള ഇത് 580 എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ടോട്ടൽ 60 ഡെപ്തും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. കുറച്ചൊന്നും ഡയമെൻഷൻ നമുക്ക് കാച്ചിൻ്റെ മുകളിൽ നിന്നും പുറത്തേക്ക് നിൽക്കാത്ത രീതിക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡയമെൻഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. നമുക്ക് ആവശ്യമുണ്ടായിരുന്ന ഡയമെൻഷൻസ് ആയിട്ടുള്ള ഓരോ യൂണിറ്റിൻ്റെ സ്പേസും അതുപോലെ തന്നെ അവിടെ വരുന്ന ഫില്ലറിൻ്റെ ഗ്യാപ്പും അതുപോലെ ഇവിടെ ബാക്കിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡയമെൻഷൻസ് ഇനി കൊടുക്കാം. അപ്പോൾ നമ്മളിവിടുന്ന് അതുപോലെ തന്നെ 50 ഫില്ലറിൻ്റെ സൈസ് 50 ആണ് വരുന്നത്. അതിനുശേഷം നമുക്ക് ഒരു ഷട്ടറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 550 ആണ് വരുന്നത്. 550 നമ്മളിപ്പോൾ കട്ടിങ് ലിസ്റ്റിലേക്ക് പോകുമ്പോഴാണ് അത് മൈനസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓവറോൾ ഒരു ഡിവിഷൻ സൈസ് എന്നുള്ള രീതിക്കാണ് കൊടുത്തു പോകുന്നത്. 550 ലാസ്റ്റ് 50 വരുന്നു. ടോട്ടൽ 230 എന്നുള്ള രീതിക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ 230 സൈസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് താഴോട്ട് നീക്കി വയ്ക്കാം. ഡയമെൻഷൻസൊക്കെ കാണാൻ പറ്റാത്ത രീതിക്ക് പോകണ്ട. ഓക്കെ, അത് ലോക്ക് ചെയ്യാം വീണ്ടും. അപ്പോൾ നമ്മൾ ഡയമെൻഷൻസ് പ്ലാനിൻ്റെ എലിവേഷൻ്റെ ടോപ്പിൽ വരുന്ന ഡയമെൻഷൻസും കൊടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് സൈഡിൽ എൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ആദ്യം ഈ ഫില്ലറിൻ്റെ സൈസ് 50 ആണ്. പിന്നീട് അവിടുന്ന് നമുക്ക് ഇവിടെ വരെ ഷട്ടറിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് മൈനസ് ചെയ്യാതുള്ള ഹൈറ്റാണ് ഇപ്പം മെൻഷൻ ചെയ്ത് കാണിക്കുന്നത്. അതിനുശേഷം നമുക്കത് കട്ടിങ് ലിസ്റ്റിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മൈനസ് ചെയ്യാം. ടോട്ടൽ നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്ററാണ്. ഈ ഒരു ഡയമെൻഷൻസും ഞാനൊന്ന് കുറച്ച് ഇങ്ങോട്ട് നീക്കി വയ്ക്കുകയാണ്. വിസിബിലിറ്റി ക്ലിയർ ആകുക എന്നുള്ളതാണ് നമ്മൾ ഡയമെൻഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പരമാവധി വിസിബിലിറ്റി കിട്ടത്ത പോലെ. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഡയമെൻഷൻ കൊടുക്കുക. ഇതുമായിട്ട് മാച്ച് ചെയ്ത് ആ ലെവലിൽ തന്നെ നിൽക്കത്തക്ക പോലെ. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം 1200 50 എന്നൊക്കെയുള്ള ഡയമെൻഷൻസ് അതായത് യൂണിറ്റിൻ്റെ ഡയമെൻഷൻസ് കൊടുക്കാൻ ടോട്ടൽ എടുത്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ മറ്റേ എലിവേഷന് കൊടുത്ത പോലെ തന്നെ ഡയമെൻഷൻസ് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ ഒരു യൂണിറ്റ് 2 യൂണിറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിവിടെ 650 ഒരു ഡയമെൻഷനും കൂടി കാണിച്ചത്. പിന്നെ 2 യൂണിറ്റിൻ്റെയും സൈസ് നമുക്ക് സെപ്പറേറ്റ് അറിയാൻ സാധിക്കാൻ വേണ്ടി. അപ്പോൾ അതിനുശേഷം ഇതുപോലെ തന്നെ ഡയമെൻഷൻസിനെ ഒന്ന് ഇങ്ങോട്ടൊന്ന് നീക്കി വയ്ക്കാം. 3000 എന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് നീക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 650യുടെ ഒരു അപ്പർ യൂണിറ്റ്, പിന്നെ ഒരു ലോവർ യൂണിറ്റ്, അല്ലെങ്കിൽ ഒരു ബേസ് യൂണിറ്റ് 220യുടെ വരുന്നുണ്ട്. അത്രയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത് വേണമെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഹാങ്കറിൻ്റെ ടോപ്പ് വരെയുള്ള ഹൈറ്റ് ഒരു 190 എന്നുള്ളത് കൂടിയുടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് ഇത്രയൊക്കെ ഡീറ്റെയിൽസ് മതിയാവും. അതിനുശേഷം പിന്നെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ സെക്ഷൻ്റെ ഡീറ്റെയിൽസിൽ അതുപോലെ തന്നെ 50 ഈ ഒരു 2 ബോക്സ് തമ്മിലുള്ള ഗ്യാപ്പ്, അതിനുശേഷം പിന്നെ ലോവർ യൂണിറ്റ്, അപ്പർ യൂണിറ്റിൽ ലോവർ യൂണിറ്റിൻ്റെ സൈസ് സെപ്പറേറ്റ് കൊടുക്കുന്നു. ടോട്ടൽ ഹൈറ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നു. ഫസ്റ്റ് സെക്ഷൻ്റെ ഡീറ്റെയിൽസ് ഇത്രയും കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് വരുന്ന സൈസ് വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം.
614 വരുന്നുണ്ട്. പിന്നെ 50യുടെ ഒരു ഇത് വരുന്നുണ്ട്, ഡിവിഷൻ ഒരു ഷെൽഫ് വരുന്നുണ്ട്. 498ൻ്റെ ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ ഒരു 498ൻ്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടം തൊട്ട് ഈ ഫ്ലോർ തൊട്ട് ഇതിൻ്റെ ടോപ്പ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 747 ആണ്. സോറി 750 വരണം, 747 അല്ല, 750. ഓക്കെ, 750 ആണ്. പക്ഷേ അത് നമുക്ക് ഇവിടെ വിസിബിലിറ്റിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ സെക്ഷനിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ഫില്ലർ, അതിനുശേഷമുള്ള അതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് 764, പിന്നെ ഒരു 5 സെൻറ്റിമീറ്റർ ഫില്ലർ കാണിക്കും. അപ്പോൾ ഇതും നമുക്ക് ആദ്യത്തെ സൈസ് എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെക്ഷൻ്റെയാണ് ഡീറ്റെയിൽസ് ഡയമെൻഷൻ കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനിത് ഒന്ന് ഡയമെൻഷൻ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു സെക്ഷൻസിനെ രണ്ടിനും കൂടെ കുറച്ച് ഇങ്ങോട്ടൊന്ന് നീക്കി വയ്ക്കുകയാണ്. കാര്യം കുറച്ചും കൂടെ നമുക്കൊരു സ്പേസ് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിൽ നിന്നുകൊണ്ട് അതുപോലെ തന്നെ ഈ ഡയമെൻഷൻസ് നമുക്ക് കൊടുത്തു തുടങ്ങാം. 50, അതിനുശേഷം 650. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഷെൽഫിൻ്റെ ആയിട്ട് കൊടുക്കാം. 518, 18. കാരണം നമ്മൾ ആ സെക്ഷൻ വരച്ചപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് എങ്ങനെ ഡയമെൻഷൻസ് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു ഹൈറ്റായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ട് വീണ്ടും ഒരു 18 പ്ലസ് ഒരു 100 അങ്ങനെ കൊടുക്കാം. നമുക്ക് ഓരോ ഫ്രണ്ടലിൻ്റെ സൈസും അതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പും നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ 32 വരുന്നുണ്ട്. ഫസ്റ്റ് പ്രശ്നമില്ല, 2 mm ഡിഫറൻസ് ഇഷ്യൂ ഉള്ളതല്ല. പിന്നീട് വരുന്ന 174 വരുന്നുണ്ട്. ഫ്രണ്ടിൽ 30 വരുന്നുണ്ട്. അഗൈൻ 174 വരും. പിന്നെ ഒരു 30 വരും ഡോറിൻ്റെ സൈസ് ഓപ്പണിങ്. പിന്നീട് ഒരു 172 വേണമെങ്കിൽ ആ 32-നെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം നമ്മളവിടെ 2 mm ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു 2 mm നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 30, 174 എല്ലായിടത്തും ഈക്വലായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഫ്രണ്ടലിൻ്റെ സൈസ് 174 എന്നുള്ള രീതിക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെപ്ത്ത് എത്രയുണ്ട്, ഇതിൻ്റെ ഡെപ്ത്ത് എന്നുള്ളത് കൊടുക്കുക. ഇതിൻ്റെ ഡെപ്ത്ത് 474. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഡയമെൻഷൻസ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടെ വരെ 58 പ്ലസ് 20 mm ഗ്യാപ്പും കൂടെ ചേർത്തിട്ട് ടോട്ടൽ 60. അതും കൂടെ നമുക്ക് ഇവിടെ നിന്ന് മെൻഷൻ ചെയ്ത് കാണിക്കും. അപ്പോൾ ഡയമെൻഷൻ കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു പരമാവധി കൊടുക്കാവുന്നിടത്തൊക്കെ ഡയമെൻഷൻസ് കൊടുക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരിടത്ത് ഇപ്പം ആരെങ്കിലും ഇത് ഡ്രോയിങ് നോക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഒരിടത്ത് കണ്ടില്ലെങ്കിൽ പോലും അടുത്തടുത്ത് ചിലപ്പോൾ കണ്ട് കറക്റ്റായിട്ട് അവരങ്ങ് ചെയ്തോളൂ. അപ്പോൾ പരമാവധി നമുക്ക് പറ്റുന്ന അത്രയും ഡയമെൻഷൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലായിടത്തും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തൊക്കെ ഒരേ ഡയമെൻഷൻസൊക്കെ നമ്മൾ കൊടുക്കും. എന്നിരുന്നാൽ പോലും ഡ്രോയിങ്ങിനെ സംബന്ധിച്ച് അത് നമുക്ക് ചിലപ്പോൾ പ്രൊഡക്ഷൻ സമയത്തൊക്കെ യൂസ്ഫുള്ളായിട്ട് വരുന്നുണ്ട്. പരമാവധി ഡയമെൻഷൻസ് കൊടുത്ത് തന്നെ ശീലിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് എത്രയാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത് 294 ആണത്. ആണെങ്കിൽ നമുക്കത് മെൻഷൻ ചെയ്ത് കൊടുക്കാം 294 എന്നുള്ളത്. പിന്നെ ഈ ഗ്യാപ്പ് വേണമെങ്കിൽ 7 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു ഗ്യാപ്പ് 7 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇതൊക്കെ ഒരു ലൈനിലോട്ട് നീക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഫ്രണ്ട് എലിവേഷൻ സെക്ഷന് വേണ്ടുന്ന ഡയമെൻഷൻസ് എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടുന്ന കുറച്ച് സ്പോട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ഞാനിവിടെ ഓൾറെഡി കുറച്ച് ആട്രിബ്യൂട്ട്സുകളും ബ്ലോക്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ ഓരോന്നായിട്ട് ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഈ ഒരു കോർണറിൽ വരുന്ന ഡീറ്റെയിൽസ്, അതായത് ഈ ഒരു കോർണറിൽ എങ്ങനെയാണ് ഫില്ലർ കൊടുത്തേക്കുന്നത് എന്നൊക്കെ ഉള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഇവിടുത്തെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. ഇതൊക്കെ വേണമെങ്കിൽ ഈ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് വേണ്ടുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് UAE-യിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് മെൻറ്റർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ള നിലവിൽ. കാരണം ഇത് ഓൺലൈനായിട്ടുള്ള മെൻറ്റർഷിപ്പ് അല്ല, ഓഫ്ലൈനായിട്ട് തന്നെയുള്ളതാണ്. ഒരു സമയത്ത് ഒരാൾക്കായിരിക്കും മെൻറ്റർഷിപ്പ്, ഒരാൾക്കായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 8 മണിക്കൂറത്തെ ക്ലാസ് ആയിരിക്കും. സൺഡേ കൂടുതലും വീക്കെൻഡ്സിൽ ആണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും ഓഫുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റും. ഓൺലൈനായിട്ടുള്ളതല്ല. അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു ഫുള്ള് ക്ലാസ്സിൻ്റെ വീഡിയോയും ഇതുപോലെ വേണ്ടുന്ന ആട്രിബ്യൂട്ട്സും അതുപോലെ തന്നെ ഡ്രോയിങ് ഈസിയാക്കാൻ വേണ്ടുന്ന ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ മാർക്ക് ചെയ്ത് അവിടെ വെച്ചു. അതിനുശേഷം അതിന് ഒരു നമ്പർ, ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എന്നുള്ളതിന് നമ്പറായിട്ട് D1 എന്നൊരു നമ്പർ കൊടുത്തതിന് ശേഷം ഡ്രോയിങ് ഇതെന്താണ് വാർഡ്രോബ് പിന്നെ WR എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു നെയിം, പിന്നെ D1 എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽസ്, അതേ നെയിം തന്നെ നമ്മൾ അടുത്ത ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞാൻ ഈ ഒരു ഹാൻഡിലിൻ്റെ പോർഷൻ ആണ് ഇവിടെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹാൻഡിലിൻ്റെ ഒരു ഭാഗമാണ് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. അത് പരമാവധി ഈ ഡ്രോയിങ്ങിൻ്റെ മുകളിലേക്ക് ഓവർലാപ്പ് ആവാത്ത രീതിക്ക് വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ
നമ്മൾ ശ്രമിക്കേണ്ട കാര്യം. അത് ഡ്രോയിങ്ങിന് മുകളിൽ ഓവർലാപ്പ് ആവാതെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു പോർഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു സെക്ഷൻ 2 ഡീറ്റെയിൽസ് ഒരു നമ്പർ കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഞാനിപ്പോൾ ഒരു D3 ആണ് കൊടുക്കാൻ പോകുന്നത്. D2 ഒരു ഫില്ലറിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടെ കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ D3 എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് D3WR എന്നുള്ള നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഫില്ലറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് D2 എന്ന് പറയുന്ന നമ്പർ ഇവിടെ കൊടുക്കാം. ഓക്കെ, D2. അപ്പോൾ ഇത്രയെടുത്ത ഡീറ്റെയിൽസാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് D1, D2, D3, അപ്പോൾ 3 സ്ഥലത്തെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിപ്പോൾ പ്ലാന്, എലിവേഷന്, ഇൻ്റേണൽ എലിവേഷന്, അതൊക്കെ അതിൻ്റെ ടൈറ്റിലുകൾ, അതിൻ്റെ നെയിമുകളൊക്കെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഇത് കൊണ്ടുവച്ചതിന് ശേഷം, ഇത് പ്ലാനാണല്ലോ നമ്മൾ ഇവിടെ നമുക്ക് പ്ലാനെന്ന് പ്ലാൻ. ഓക്കെ, സ്കെയിലെന്ന് പറയുന്നത് നമ്മുടെ 1:30 ആണ്. 1:30 അറ്റ് ഷീറ്റിലാണ്, A3 ഷീറ്റിലാണെന്നുള്ളത് നമ്മൾ ഇവിടെ A3 എന്ന് കൊടുക്കുന്നു. ഓക്കെ, A3 ഷീറ്റിൽ 1:30 ആയിരിക്കും ഇതിൻ്റെ സ്കെയിൽ. ഓക്കെ, നമുക്ക് P1 വാർഡ്രോബ്, പ്ലാൻ 1. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. കാര്യം അവിടെ ആ ടൈറ്റിൽ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒന്നുകൂടെ പൊസിഷൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇത് എലിവേഷനാണ്. അപ്പം എലിവേഷൻ ഏത് എലിവേഷനാണെന്നുള്ളത് നമ്പർ നമുക്ക് കൊടുക്കാം. സ്കെയിൽ 1:30 ആണ്, A3യിൽ. അപ്പോൾ E1 എന്നൊരു നമ്പർ കൊടുക്കാം. E1 എന്ന നമ്പർ കൊടുക്കാം. ഓക്കെ, എലിവേഷൻ, ഇത് എക്സ്റ്റേണൽ എലിവേഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ എക്സ്റ്റേണൽ എലിവേഷൻ എന്ന് തന്നെ മെൻഷൻ ചെയ്യാം. EXT, എക്സ്റ്റേണൽ എലിവേഷൻ. ഒരു ഫുൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുൾ ലെങ്ത് കൂടിപ്പോയതുകൊണ്ട് EXT എന്ന് മാത്രം ഷോർട്ട് കട്ടിൽ നമുക്ക് എഴുതാം. അടുത്തത് E1 ഇൻറ്റേർണൽ എലിവേഷൻ. അതിന് നമുക്ക് INT. ഓക്കെ, ഇൻറ്റേർണൽ എലിവേഷൻ. പിന്നെ നമ്മുടെ സെക്ഷൻ ആണ് അടുത്തത്. S1 എന്ന് പറയുന്ന സെക്ഷൻ. S1. ഓക്കെ, സെക്ഷൻ S1 എന്നുള്ള സെക്ഷനാണ്. അതായത് ഇതിൻ്റെ സെക്ഷനാണ്. അതുപോലെ തന്നെ അതിൻ്റെ സെക്ഷനിലായി നമുക്കിടാം ഇവിടെ S2 എന്നുള്ള സെക്ഷനാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക്
നമ്മുടെ സെക്ഷൻ ലൈൻസ് കൊടുക്കാം. സെക്ഷൻ ലൈൻസിന് നമ്മൾ പേര് കൊടുത്തേക്കുന്നത് S1 എന്നാണ്. അപ്പോൾ S1 WR എന്നുള്ള പേര് തന്നെ നമുക്കിവിടെ കൊടുക്കണം. അപ്പോൾ S1 ഓക്കെ എടുത്തത്, സോറി ഇത് WR ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് S1 എന്ന് കൊടുക്കാം. ഓക്കെ, തിരിഞ്ഞു പോയാൽ S1 മോഡലാണ് വേണ്ടത്. അപ്പോൾ WR കൊടുത്താൽ തന്നെ നമുക്ക് S1 കൊടുക്കാം. S1 WR. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്ഷൻ ഏതാണ്? ഇതാണ് ഫസ്റ്റ് നമ്മുടെ സെക്ഷൻ. മൊത്തത്തിൽ നമ്മൾ ഡ്രോയിങ്ങിൻ്റെ ഒരു ഇതിനെ താഴോട്ട് നീക്കി വയ്ക്കാം. നമുക്ക് മുകളിൽ കുറച്ച് സ്പേസ് കിട്ടും ഇത് പ്ലേസ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ താഴോട്ട് നീക്കി S1 എന്ന് പറയുന്നത് ഇത് വിസിബിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്നുണ്ട്. ഓക്കെ, S1 WR എന്ന് പറയുന്ന സെക്ഷനാണിത്. അപ്പോൾ ആ ഒരു സെക്ഷൻ്റെ S1 WR എന്ന് പറയുന്ന സെക്ഷൻ ഇതാണ്. അതുപോലെ തന്നെ അടുത്തത് S2 WR. ഓക്കെ, അപ്പോൾ S1 S2 ഇതെല്ലാം കൊടുത്ത് സെക്ഷൻ ഡീറ്റെയിൽസ് കൊടുത്ത് ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കാനുള്ളത് ഡീറ്റെയിൽസാണ്. ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പേസ് നമുക്ക് മാക്സിമം സ്പേസ് താഴെയുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറ്റി വൈറ്റ് ആക്കുകയാണ്. വൈറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു പേപ്പർ സ്പേസ് ഒരു സിംഗിൾ പേപ്പറിൽ ഇത് ഫ്ലോട്ട് ചെയ്ത പോലെ ഇരിക്കും. അതായത് ഇടയ്ക്കൊരു ലൈനായിട്ട് കാണത്തില്ല. ഞാൻ പേഴ്സണലി അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് ഓരോ ഇതായിട്ട് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ സ്പോട്ട് ഡീറ്റെയിൽസ് മാത്രമാണ് ഡോട്ടഡ് ലൈൻസിനകത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് മാറ്റിയത്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് മാറ്റാം, കളർ നമുക്ക് ലാസ്റ്റ് മാറ്റാം. ഇപ്പോൾ ഇവിടേക്ക് ഈ MUവിനെ തന്നെ എടുത്തൊന്ന് വെച്ച് സ്കെയിൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ MUവിനെ എടുത്ത് വയ്ക്കുന്നു. ഒരു റെക്റ്റാങ്കിളിനെ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിന് ചുറ്റും റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയതിന് ശേഷം ഗ്ലോബൽ വിഡ്ത്ത് എന്നുള്ളത് ഒരു 5mm വളരെ കൂടുതലാണ്. ഒരു 1mm വേണ്ട, 1mm കൂടുതലാണ്. 0.5 ഓക്കെയാണോ? 0.4 മതി. 0.4 ഓക്കെ. 0.4 എന്ന് പറയുന്നൊരു 0.4ഉം കുറച്ച് കൂടുതലാണ്. 0.4 കൊടുത്ത് ഗ്ലോബൽ എടുത്ത് 0.4 0.3 ഓക്കെ, 0.3 കൊടുക്കാം. എന്നിട്ട് ഞാനത് ലെയറിൽ നിന്ന് ഡയമെൻഷൻ ലെയറിൽ നിന്ന് ആണ് കിടക്കുന്നത്. അത് കാര്യമാക്കേണ്ട ഏതെങ്കിലും ഒരു ലെയറിൽ മതി. ബ്ലാക്ക് കളറിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് ഡാഷ്ഡ് എന്നുള്ള ഡാഷ്ഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റിയതിന് ശേഷം അതിന് ലൈൻ ടൈപ്പ് സ്കെയിൽ എന്ന് പറയുന്നത് നമുക്കൊന്ന് 0.5 ഒക്കെ ആയിട്ട് കുറച്ച് കൊടുക്കാം. 0.2 ഓക്കെ 0.2 ലൈൻ ടൈപ്പ് സ്കെയിൽ ഇതെല്ലാം ഓപ്ഷനകത്താണ് ഞാൻ ചേഞ്ച് ആക്കിയത്. അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ലൈനിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിക്ക് ഇതിനെ ഇവിടെ കിട്ടി. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്തത് ഓൾറെഡി ലോക്കാണ്. അൺലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്പോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് ഏതാണ്? ഇതാണ് അല്ലേ, ഏത് സ്പോട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ 1:1:5 കൊടുത്തു. ഓക്കെ, 1:5 കൊടുത്തപ്പോൾ ഓക്കെ 1:5 സ്കെയിലിലേക്ക് നമുക്ക്
കൊടുക്കാം. അതിന് 1:5 കുറച്ചും കൂടെ കൂട്ടണം. 1:4 കൊടുത്താലോ? 1:4 ഓക്കെയാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസിൻ്റെ ആവശ്യമുള്ളല്ലോ. അപ്പോൾ പിന്നെ 1:4 കൊടുത്താൽ മതി. അതിനുശേഷം അത് ലോക്ക് ചെയ്ത് വയ്ക്കുന്നു. അതിനകത്ത് നിന്നുകൊണ്ട് ഡയമെൻഷൻ ലെയർ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഡയമെൻഷൻസ് എടുക്കുന്നു. ഇവിടെ ഓരോ സ്പോട്ടിൻ്റെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഡയമെൻഷൻ അനോട്ടീവായിട്ട് വെച്ചാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ സ്കെയിലും ചെന്നിട്ട് അത് സ്കെയിൽ മാച്ചാവുന്ന ഡയമെൻഷനൊന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. അനോട്ടീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ചെല്ലുമ്പോൾ തന്നെ ഡയമെൻഷൻസിൻ്റെ സൈസ് തമ്മിൽ മാച്ചായിക്കോളും. അപ്പോൾ മൊത്തത്തിൽ ഡ്രോയിങ് കാണാൻ ഒരു എന്താ പറയുന്നത് ഒരേ ഒരു ലെറ്റർ സൈസിലൊക്കെ ഡ്രോയിങ് ഇരിക്കും. അപ്പം അതിനുശേഷം 18 mm ഇവിടെ ഇത് എടുത്ത് കൊടുക്കുന്നു. ഇതൊക്കെ 18 mm ആണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുക, അത്ര തന്നെ. അതിൽ കൂടുതൽ അതിൻ്റെ ഡയമെൻഷൻസ് കാര്യങ്ങൾ, ഗ്യാപ്പിൽ എത്ര ആണ് അവിടെ ഗ്യാപ്പ് കൊടുത്തേക്കുന്നത്, ഈ ഡോറും ഇവിടുമായിട്ട് എത്ര ൻ്റെ ഗ്യാപ്പിലാണ് ഇത് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിവിടെ അടുത്ത ഡീറ്റെയിൽസിൻ്റെ വരുന്ന പോർഷൻ എടുക്കുക. ഇത് ഇവിടെയാണ് അടുത്ത ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ തന്നെ കോപ്പി എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുന്നു, മാറ്റി വയ്ക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു കോപ്പി കാണാം. നമുക്ക് 3 ഡീറ്റെയിൽസാണല്ലോ ഉള്ളത്. ഇതിൻ്റെ ഒരു 3ാമത്തെ ഒരു കോപ്പി. ഓക്കെ. 3ാമത്തെ ഒരു കോപ്പിയും കൂടെ ഇവിടെ എടുത്ത് വയ്ക്കും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസിൻ്റെ കൊടുത്ത് ഈ ഒരു ഡീറ്റെയിൽസ് അപ്പോൾ 2ാമത്തെ ഡീറ്റെയിൽസ് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ലോക്ക് മാറ്റുന്നു. ലോക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഇവിടുത്തെ ഡീറ്റെയിൽസ് എവിടെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ളത്? ഓക്കെ, ഇവിടുത്തെയാണ് ഡീറ്റെയിൽസ് നമ്മളിനി കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ സ്കെയിൽ 1:4 തന്നെ കൊടുക്കും. 1:4 കൊടുത്തതിന് ശേഷം ഇവിടുത്തെ ഡയമെൻഷൻസ് ലോക്ക് ചെയ്യുന്നു, വ്യൂ പോർട്ട് ലോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്കെയിൽ ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് 50 ഇവിടുത്തെ ഗ്യാപ്പ് ഇട്ട് പോകുന്നു. 18 mm ഇത് 18 mm ആണ്. ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ ഡയമെൻഷൻസ് നമുക്കിവിടെ മെഷർ ചെയ്ത് കൊടുക്കാം. എന്താണ് ഒരു വര? ഓക്കെ, ഗ്രാഫിക്സിൻ്റെ എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ അത്രയേ ഉള്ളൂ. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കില്ല. ഒരു ഫില്ലർ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, ഫില്ലർ വേണമെങ്കിൽ എത്ര ഉള്ളിലേക്കാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതും കൂടെ ഇവിടെ മെൻഷൻ ചെയ്യാം. ഇവിടെ വരെയുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം 21 mm ആണ്. 21 mm ഉള്ളോട്ട് ഫില്ലർ കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഇവിടുത്തെ ഡീറ്റെയിൽസ്. ഓക്കെ, അടുത്തത് അപ്പോൾ വാർഡ്രോബിൻ്റെ ആയതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്ത. നമ്മളിപ്പോൾ TV യൂണിറ്റ് അതുപോലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഡ്രോയിങ്ങിലൊക്കെ കിടക്കുന്ന സമയത്ത് ഡീറ്റെയിൽസ് ഇങ്ങനെ 1-2 പേജിലൊക്കെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ജസ്റ്റ് ഒരു വാർഡ്രോബിന് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല എങ്കിൽ പോലും അത്യാവശ്യം ഡ്രോയിങ് സിമ്പിളായിട്ടൊരു ഡ്രോയിങ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ചെയ്യുന്നൊരു ഡ്രോയിങ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ തുടക്കമല്ലേ, അതിൻ്റെ തുടക്കം ആയതുകൊണ്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്യാതെ തന്നെ ഇവിടുത്തെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ 3 അടുത്ത ഡീറ്റെയിൽസ് അല്ല, ശരിക്കും ഇത് ആഡ് ചെയ്യുന്ന ഡയമെൻഷൻസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറി നിന്നുകൊണ്ട് ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്തതിന് ശേഷം ഡയമെൻഷൻസ് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇവിടെ ഇത് 30 ആണെന്നും ഇത് 18 mm, ഇവിടെ നിന്ന് ഇവിടോട്ടുള്ള ഗ്യാപ്പ് 82 mm ആണെന്നും ഇത് ടോപ്പ് 18 mm ആണെന്നും ഒക്കെയുള്ള ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിനകത്ത് എത്ര സൈസ് കിട്ടുമെന്നും 98 mm സൈസ് ഇതിനകത്തുണ്ടായിരിക്കും. പിന്നെ ഇവിടുന്ന് ഇവിടെ വരെ 25 mm താത്തട്ടാണ് ഹാൻഡിൽ കൈ പിടിച്ച് പുറത്തേക്ക് തുറക്കാനുള്ള സൈസ് എന്ന് പറയുന്നത് 25 mm ഉണ്ടെന്നും
ഒക്കെയുള്ള ഡയമെൻഷൻസാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയമെൻഷൻസ് ആഡ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം അത്യാവശ്യം ഡയമെൻഷൻസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇവിടെ ഡയമെൻഷൻസ് ആഡ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കിനി കൊടുക്കാം. അതിന് ടെക്സ്റ്റ് എന്ന് പറയുന്ന ലെയർ ഇവിടെ എവിടെയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഡീറ്റെയിൽസ് ഓക്കെ, ടെക്സ്റ്റ് എന്ന് പറയുന്ന ലെയറിൽ പോകുന്നു. ടെക്സ്റ്റ് എന്ന് പറയുന്ന ലെയറിൽ പോയതിന് ശേഷം ക്യൂ ലീഡർ അടിക്കുന്നു. QL അടിച്ചു കഴിഞ്ഞാൽ ക്യൂ ലീഡർ വരുന്നു. ക്യൂ ലീഡറിൽ നിന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് എൻ്റർ അടിക്കുന്നു. എന്താണ് നമ്മളവിടെ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. നമ്മളിവിടെ കൊടുക്കുന്നത് കാർക്കസ് എന്ന് പറയുന്നത് 18mm MDF pre-laminated MDF നമുക്കിവിടെ പ്രീലാമിനേറ്റിൻ്റെ കളറും കൂടെ കൊടുക്കാം. നമുക്ക് വൈറ്റ് തൽക്കാലം വൈറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, വൈറ്റ് പ്രീലാമിനേറ്റഡ് MDF. 18 കാർക്കസ് 18mm പ്രീലാമിനേറ്റഡ് MDF ആണ്. ഷട്ടർ എന്ന് പറയുന്നത് ഈ ഒരു ടെക്സ്റ്റിനെ തന്നെ നമുക്ക് താഴോട്ട് കോപ്പി ചെയ്ത് ടിക്കാണ് ഇതിൽ കിടക്കുന്നത്, അത് മാറ്റി കൊടുക്കാം. 18mm pre-laminated ഒന്നിച്ചടിക്കുന്നുണ്ട്. pre-laminated MDF ചെയ്തേക്കുന്ന പോലെ പ്രീലാമിനേറ്റഡ് MDF ഷീറ്റ് കൊടുക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അത്രയേ ഉള്ളൂ അവിടെ മെൻഷൻ ചെയ്യാനായിട്ട്. ബാക്കി ഡയമെൻഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 18mm കാർക്ക് ഇവിടെ എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്, ഇതെന്താണെന്നുള്ളതാണ്. അപ്പോൾ ടോപ്പ് ഫില്ലർ 18mm same as ഷട്ടറിൻ്റെ സെയിം ഹൈറ്റുള്ള ടോപ്പ് ഫില്ലർ കൊടുക്കണം. ഇനി സെയിം ഡീറ്റെയിൽസ് തന്നെ ഷട്ടർ ഉള്ളത് ഇവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ കാർക്കസ് എന്ന് പറയുന്നത് വൈറ്റ് കാർക്കസിലാണ് ഈ ബോക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വൈറ്റ് കാർക്കസാണെന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ തൽക്കാലം മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ രണ്ട് ടൈപ്പ് മെറ്റീരിയൽ നമ്മളിവിടെ സിമ്പിളൊരു വാട്ടർ പോയതുകൊണ്ട് തന്നെ നമുക്ക് ആകെ രണ്ട് ടൈപ്പ് മെറ്റീരിയലേ ഉള്ളൂ. ഒന്ന് ഷട്ടറിന് ഒരു മെറ്റീരിയലും ഒന്ന് നമ്മുടെ കാർക്കസിനൊരു മെറ്റീരിയലും. അപ്പോൾ ആ രണ്ട് മെറ്റീരിയലും ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഹിഞ്ചസ് ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ ബ്ലോക്കുകളൊന്നും നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഹിഞ്ചസ് ഇതിനകത്ത് ആഡ് ചെയ്ത് കാണിക്കാഞ്ഞത്. നമുക്കിവിടെ ഹിഞ്ചസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കാണിക്കാം. പ്ലാനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സോഫ്റ്റ് ക്ലോസിങ് ഹിഞ്ചസ് ആണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ വ്യൂവിനകത്തും ഒക്കെ നമുക്ക് ഹിഞ്ചസ് മെൻഷൻ ചെയ്ത് കാണിക്കാം. അതിനിയും വരുന്നൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ എൻ്റെ ബ്ലോക്കുകൾ നോക്കി നോക്കട്ടെ. പഴയ ഓൾഡ് എൻ്റെ ഡ്രോയിങ്ങിനകത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണാം. അപ്പോൾ ആ ബ്ലോക്കുകളൊക്കെ എടുത്തതിന് ശേഷം
അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇതിന് പേരും കൂടെ കൊടുക്കാം. നമ്മളെല്ലാം മെൻഷൻ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഓരോന്നും ഏത് ഏരിയയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇപ്പം D1 WR എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഡീറ്റെയിൽസ് അല്ലേ. അപ്പോൾ D1 WR എന്നുള്ളത് കൊടുക്കുന്നു. ഡീറ്റെയിൽസ് എന്നിവിടെ ഡീറ്റെയിൽസ് എന്ന് മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ സ്കെയിൽ എന്ന് പറയുന്നത് 1:4 ആണ് A3. അപ്പോൾ നമ്മൾ സ്കെയിൽ 1:4 ആണെന്നുള്ളത് കൊടുക്കുന്നു. ഇതൊന്ന് കറക്റ്റ് ചെയ്യുന്നു ഇവിടെ. ഓക്കെ, അതിനുശേഷം ഇത് നമ്മുടെ അടുത്ത വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇവിടുത്തെയാണ് D2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് D2 ഇവിടെ നമ്പർ ഇവിടുത്തെ D2 എന്ന് കൊടുക്കും. ഓക്കെ, D2 കൊടുത്തു. ഇനി നമ്മുടെ ലാസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് D3 ആണ്. ഓക്കെ, D3. ഓക്കെ, അപ്പോൾ നമ്മളിത് മൂന്നിൻ്റെയും ഡീറ്റെയിൽസും അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളൊരു ബേസിക് ആയിട്ടുള്ളൊരു വാർഡ്രോബിൻ്റെ ഒരു ഡ്രോയിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയും കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാം. നിങ്ങൾ എത്രത്തോളം ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡ്രോയിങ്, എത്രത്തോളം അതിൻ്റെ കാര്യങ്ങൾ ചെറിയ മൈനായിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്ന അത്രത്തോളം ഡ്രോയിങ് കൂടുതൽ ക്ലാരിറ്റി ഉള്ളതായിട്ട് മാറും. അതാണ് ഈ ഡീറ്റെയിൽ ഡ്രോയിങ് എന്നുള്ളത് ഒരു ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ടും എത്രത്തോളം അതിന് ക്ലാരിറ്റി വരുത്തുന്നു എന്നുള്ളതിൻ്റെ മുകളിലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിപ്പം വർക്ക് ചെയ്യാവുന്നൊരു ഡ്രോയിങ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തിക്നെസ് അത് ഇതൊന്ന് കുറച്ചുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും ആഡ് ചെയ്യുക. ഇതെല്ലാം ഫുള്ള് കുത്തി നിറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാം. പക്ഷേ ഞാൻ ഓവറായിട്ട് ഇപ്പോൾ ഇത് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് നിങ്ങളിപ്പോൾ അങ്ങോട്ട് ഡ്രോയിങ് ചെയ്ത് പഠിക്കുന്നൊക്കെ ആൾക്കാരാണെങ്കിൽ ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് പഠിക്കുക. അതിനുശേഷം പിന്നീട് വരുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് പോകാം. ഇനിയും ഒരുപാട് ഡ്രോയിങ്സുകൾ നമ്മൾ ഇതിനകത്ത് ഇനി അങ്ങോട്ട് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തൊക്കെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു ഡ്രോയിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ഇനി പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രോയിങ് തന്നെയാണിത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ചെയ്ത് പഠിക്കുക. ഡയമെൻഷൻസിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ബേസിക്കായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് കാണിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേറൊരു വീഡിയോ ഞാൻ എപ്പോഴെങ്കിലും സമയം പോലെ ക്രിയേറ്റ് ചെയ്തിടാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.